MDCയിൽ തേർഡ് മൊഡ്യൂളിൽ ഉള്ളൊരു ടോപ്പിക്കാണ് മെൻസുറേഷൻ ആൻഡ് ജോമെട്രി അറിയണത്. അപ്പോൾ അതിൽ നമ്മൾ തുടക്കത്തിൽ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ UP ഹൈസ്കൂൾ മാത്സ് ക്ലാസ്സുകളിൽ കണ്ട കുറേ ഇക്വേഷൻസ് അതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ളതൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണാതെ PDF മാത്രം വെച്ചിട്ടാവുന്ന നോക്കിയാലും മതി. ഓക്കെ, ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രയാങ്കിൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. 3 സൈഡ്സ്, ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, നമ്മൾ റൈറ്റ് ട്രയാങ്കിളൊക്കെ അറിയാമല്ലോ. റൈറ്റ് ട്രയാങ്കിൾ തന്നെ മെയിൻ, പിന്നെ ഐസോസെലസ് ട്രയാങ്കിളൊക്കെ അത് പറയാം. അപ്പോൾ സ്കലീൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രയാങ്കിൾ, വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത 3 സൈഡ്സുള്ള. അതിൽ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ, അതായത് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 3 സൈഡ്സിൻ്റെ സം നമുക്കറിയാം. A+B+C 2S എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അതായത് പെരിമീറ്ററിൻ്റെ ഹാഫായിട്ടാണ് എസ് ഒക്കെ, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ കാണാൻ 3 സൈഡ്സും ആഡ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം, മസ്റ്റാണ്. ഏരിയ കാണാൻ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പഠിച്ചിട്ടുണ്ടാവും, ഹാഫ് BH, അര ഇൻറ്റു B/H. ഓക്കെ, പിന്നെ ഈ റെഡ് ഇതിൽ കാണിച്ചിട്ടുള്ളത് പഠിക്കുകയാണെങ്കിൽ നല്ല കാര്യം, ഹെറോൺസ് ഫോർമുല എന്ന് പറയും. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഏരിയ കാണാൻ ഹാഫ് BH, ഹാഫ് ഇൻറ്റു B ഇൻറ്റു ബേസ് അറിയണം, ഹൈറ്റും അറിയണം. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കാണാൻ നമ്മൾ ആദ്യം ഒരു കുത്തനൊരു വര വരച്ചിട്ട് പിന്നെ അതിൻ്റെ വേണമെങ്കിൽ എന്താ പറയുക, പൈതഗോറസ് തിയറമൊക്കെ ഉപയോഗിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതും ചില ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹൈറ്റ് കാണാൻ ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഈ സൈഡ്സ് മാത്രം വെച്ചിട്ട് A, B, C മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം, ഏരിയ കാണാം. അതിനുള്ള ഇക്വേഷനാണിത്, ഹെറോൺസ് ഫോർമുല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഇവിടെ A വന്നിട്ട്, B വന്നിട്ടുണ്ട്, C വന്നിട്ടുണ്ട്, S എന്നുള്ള ചോദ്യം വരും. അതാണ് S ഇവിടെ പറഞ്ഞത്. S പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്ററിൻ്റെ ഹാഫ്. ഓക്കെ, അപ്പോൾ S പറഞ്ഞിട്ട് പെരിമീറ്ററിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ S വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒപ്പം A, B, C ആണ് 3 സൈഡ്സും. √S ഇൻറ്റു S-A ഇൻറ്റു S-B ഇൻറ്റു S-C. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ വളരെ നല്ലത്, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, പിന്നെ റൈറ്റ് ട്രയാങ്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയത്, അതിൽ തന്നെ പൈതഗോറസ് ലോ മസ്റ്റാണ്. ഒരു സൈഡ് ഒരു പെർപെൻഡിക്കുലർ സൈഡ് A, മറ്റൊരു പെർപെൻഡിക്കുലർ സൈഡ് B. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം A² + B² ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ളത്. അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് കാണാൻ √A² + B². നമ്മുടെ പൈതഗോറസ് ലോ മസ്റ്റാണ്. പിന്നെ പെരിമീറ്റർ കാണാൻ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. പെരിമീറ്റർ നമുക്കറിയാമല്ലോ, A+B+C ആണ്. അതായത് മൂന്നാമത്തെ സൈഡ് √A² + B² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കാതെ മൂന്നാമത്തെ സൈഡ് കണ്ടിട്ട് പിന്നെ അത് Aയും Bയും പിന്നെ മൂന്നാമത്തെ സൈഡും ആഡ് ചെയ്താൽ മതി. പിന്നെ ഏരിയ കാണാൻ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഹാഫ് ഇൻറ്റു, ഇവിടെ ഏരിയ ആണ് ഹാഫ് ഇൻറ്റു BH തന്നെയാണ്. ഇവിടെ Bയും Hഉം നമുക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, അതായത് B ഒരു പെർപെൻഡിക്കുലർ സൈഡ്, മറ്റൊരു പെർപെൻഡിക്കുലർ സൈഡ് A, അപ്പോൾ ഹാഫ് ഇൻറ്റു B ഇൻറ്റു എടുത്താൽ മതി. ഓക്കെ, പിന്നെ ഐസോസെലസ് ട്രയാങ്കിളൊക്കെ പേരൊക്കെ അറിഞ്ഞിരിക്കണം. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ Aയും Bയും Cയും ഉണ്ടായതിന് പകരം ഇവിടെ എന്നുണ്ടെങ്കിൽ ഒരു A ഉണ്ടായിരിക്കും, 2 സൈഡിൽ ഒരു B ഉണ്ടായിരിക്കും. ഈ 2 സൈഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ട്രയാങ്കിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴെയും സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, അപ്പം ഐസോസെലസ് ട്രയാങ്കിളിൽ 2 മെഷർമെൻറ്റേ ഉണ്ടാവുള്ളൂ. 2 മെഷർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് സൈഡ്സ് ഉണ്ടാവുള്ളൂ. അതായത് ഒരു Aയും 2 Bയും. അപ്പോൾ പെരിമീറ്ററിന് A+2B ആവും. അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഐസോസെലസ് ട്രയാങ്കിൾ എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അതിൽ തന്നെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഈ ഫോർമുലയൊക്കെ പഠിക്കാൻ, ബൈഹേർട്ട് പഠിക്കാൻ സ്കില്ലുള്ളവർ പഠിക്കുന്നത് വളരെ നല്ലതാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഞാനൊരു പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഏരിയ കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് A ആയിരിക്കും, A ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഹൈറ്റും കൂടെ കിട്ടിയാൽ മതിയല്ലോ നമുക്ക്. ഹൈറ്റ് കിട്ടാനുള്ള വഴി പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെയുള്ള വര വരയ്ക്കുക. അതിൻ്റെ അപ്പോൾ മസ്റ്റായിട്ട് 90 ഡിഗ്രി ആയിരിക്കും. മാത്രമല്ല ഇതിൻ്റെ ബേസിൻ്റെ ഹാഫ് ആയിരിക്കും പിന്നെ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇത് മൊത്തം 10 ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് 5, ഈ സൈഡ് 5. നിങ്ങളെ കഴ്സർ ശ്രദ്ധിക്കുക കേട്ടോ. ഈ സൈഡ് 5, ഈ സൈഡ് 5 ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഈ എടുത്ത ഈ Bയും അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പൈതഗോറസ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ല, ഇക്വേഷൻ ബൈഹേർട്ട് പഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ പഠിച്ചോളൂ. ഓക്കെ, ഹൈറ്റിനും അതെ, ഇത് പൈതഗോറസ് ലോ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഹൈറ്റിനൊന്നും ഇക്വേഷൻ പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ, പഠിക്കാൻ സ്കില്ലുള്ളവർ അങ്ങനെ പഠിച്ചോളൂ. നമുക്ക് ബേസും അല്ലെങ്കിൽ ആ 2 Aയും B എന്നുള്ള 2 സൈഡ്സ് യൂസ് ചെയ്തിട്ട് ഹൈറ്റിൻ്റെ ഒരു ഫോർമുല ആയിട്ടാണിത്. ഓക്കെ, ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ സിമ്പിളായിട്ട് 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അപ്പോൾ 3 ആംഗിൾസും 60 ഡിഗ്രി വീതമായിരിക്കും. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ പെരിമീറ്റർ കാണാൻ 3 ഇൻറ്റു ഒരു സൈഡ്, അതൊക്കെ നിങ്ങൾക്കറിയാം. 3 A+A+A 3A ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഈ ഇക്വേഷൻ, അതായത് സൈഡ് മാത്രം യൂസ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് കാണുകയും ചെയ്യും. മറ്റേത് നടക്കുകയൊക്കെ ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പൈതഗോറസിൽ വെച്ചിട്ടുള്ളത് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് ലെങ്തി പ്രോസസ്സായിരിക്കും. പക്ഷേ ഈ ഫോർമുല √3/4 A², അതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്. ഇപ്പോൾ സൈഡ് 10 ആണെന്നുണ്ടെങ്കിൽ √3/4 ഇൻറ്റു 10². ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ ഹൈറ്റിനും അതേ ഫോർമുല നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ പൈതഗോറസിൽ വെച്ചിട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ 3 സൈഡ്സും 10 വീതമുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ √3/2 ഇൻറ്റു 10 ആയിരിക്കും. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമല്ലോ, അതിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ്സുള്ള ഷേപ്പിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് പഠിച്ച സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. സ്ക്വയറിൻ്റെയൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാണ്ടാവും. 4 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററലാണ്. പെരിമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ്സിൻ്റെയും സം, അതായത് 4A ആയിരിക്കും. ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ. ഒപ്പം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് സൈഡ് എ വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ A² നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒപ്പം ½ D² കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതിൽ ഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽ, അതായത് വികരണം. ഓക്കെ, അപ്പോൾ ½ ഇൻറ്റു D² എന്ന് പറഞ്ഞൊരു ഫോർമുലയും കൂടെ സ്ക്വയറിൻ്റെ ഏരിയ കാണാനുണ്ട്. ഓക്കെ, ഇനി ഡയഗണലിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷനും കൂടെ, ഈ 3 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ, ഒപ്പം ഡയഗണലിൻ്റെ ലെങ്ത്ത് കാണാനുള്ളത് A ഇൻറ്റു √2. അതായത് ഇപ്പോൾ സൈഡ് 10 ആണെന്നുണ്ടെങ്കിൽ ഡയഗണൽ 10√2 ആയിരിക്കും. ഓക്കെ, സൈഡ് ഒരു 4√2 ആണെന്നുണ്ടെങ്കിൽ ഡയഗണൽ 4√2 ഇൻറ്റു √2 ആയിരിക്കും. അപ്പോൾ 4√2 ഇൻറ്റു √2 പറഞ്ഞു കഴിഞ്ഞാൽ √2 മൾട്ടിപ്ലൈ ചെയ്ത് 2 ആയി. അപ്പോൾ 4 ഇൻറ്റു 2 8 ആവും. അതുപോലെ ഡയഗണൽ തന്നിട്ട് സൈഡ് കാണാനും ചോദിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കണം. പിന്നെ റെക്റ്റാങ്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സ്ക്വയറിൻ്റെ തന്നെ വേറെ ഷേപ്പ്. സ്ക്വയറിൻ്റെ വേറെ ഷേപ്പ് എന്നല്ല, ഇവിടെ സൈഡ്സ് ഈക്വൽ ആയിരുന്നു, ഇവിടെ സൈഡ്സ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഒരു ലെങ്ത്തും ഉണ്ടായിരിക്കും, ബ്രെഡ്ത്തും ഉണ്ടായിരിക്കും. അതിൻ്റെ അത് ഏരിയ കാണാനുള്ള ഇക്വേഷനും ഇതൊക്കെ അറിയണം. പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആഡ് ചെയ്യുക. അതായത് ഓക്കെ, പാരലോഗ്രാം ആണല്ലേ. അതായത് പെരിമീറ്റർ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് 2 ലെങ്ത്ത് 2 ബ്രെഡ്ത്ത് ഉണ്ടല്ലോ, അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. എല്ലാം കൂടെ ആഡ് ചെയ്യുക തന്നെ. 2 ഇൻറ്റു L+B. അതുപോലെ ഏരിയ കാണാൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടാവും. ലെങ്ത്ത് ഓഫ് ഡയഗണൽ നമ്മുടെ പൈതഗോറസ് ലോ തന്നെയാണ്. √L² പ്ലസ് B² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതഗോറസ് ലോ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതെ, ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. അതിൽ താഴത്തെ L, ഇവിടുത്തെ B ആണെന്നുണ്ടെങ്കിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനീസ് ആയിട്ട് വരില്ലേ. അപ്പോൾ √L² പ്ലസ് B² ചെയ്ത് കഴിഞ്ഞാൽ പൈതഗോറസ് ലോ വെച്ചിട്ട് നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കും. ഇതൊക്കെ പലർക്കും അറിയുന്നതായിരിക്കും, ലാഗ് അടിക്കുന്നുണ്ടാവാം. അവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പ്രോബ്ലം സെക്ഷൻ വരുന്ന മാത്രം പോയി കാണാം. ഓക്കെ, ഇനി പാരലോഗ്രാം. അതെ, പാരലോഗ്രത്തിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോംബസിൻ്റെ കേസ് വരുമ്പോൾ, അതായത് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ സാമാന്തരികം. നമ്മുടെ റെക്റ്റാങ്കിൾ ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നത്, ഈ ഷേപ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതണോ. അപ്പോൾ അതിൽ പെരിമീറ്റർ നേരത്തെ നമ്മുടെ എന്താ പറയുക, റെക്റ്റാങ്കിളിൻ്റെ അതേ പെരിമീറ്റർ തന്നെ 2 ഇൻറ്റു A+B അറിയണത്. 2 സൈഡ് A, മേലും താഴെയും B, അങ്ങനെയാണെങ്കിൽ 2A 2B അതന്നെ. ഏരിയ കാണാൻ അത് ബേസ് ഇൻറ്റു ഹൈറ്റ്, അതാ പറയുക. ഹൈറ്റ് പക്ഷേ നമ്മൾ ട്രയാങ്കിൾ ചെയ്ത പോലെ ഹൈറ്റ് നമ്മൾ വരച്ചുണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും. പാരലോഗ്രത്തിനേക്കാൾ ഉപരി റോംബസ് പറഞ്ഞു കഴിഞ്ഞാൽ പാരലോഗ്രം തന്നെ കുറച്ചും കൂടെ അടിപൊളി പാരലോഗ്രം എന്ന് പറയും. അതായത് സമഭുജ സാമാന്തരികം, എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രമാണ് റോംബസ്, അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ, ഡയഗണൽസ് തമ്മിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതായത് 90 ഡിഗ്രിയിലായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് D1 D2 പറഞ്ഞ ഡയഗണൽസ് കണ്ടല്ലോ, അവരുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ കറക്റ്റ് കട്ട് ചെയ്യുന്നത് പകുതിയിലായിരിക്കും ഈ 2 ഡയഗണലിന്. ഓക്കെ, പക്ഷേ 2 ഡയഗണൽ ഒരേ ലെങ്ത്ത് ആവണമെന്നില്ല കേട്ടോ. ഈ D1 എന്ന് പറയുന്നത് ഒരു കണ്ടാൽ തന്നെ അറിയാം ലെങ്ത്ത് കൂടുതലാണ്. D1 ഒരു 20ഉം D2 ഒരു 16ഉം ആണെന്ന് കരുതുക. D1ൻ്റെ ഈ ഒരു ചെറിയ കഷ്ണം 10 ആയിരിക്കും, മറ്റേ കഷ്ണം 10 ആയിരിക്കും. അതുപോലെ D2ൻ്റെ അത് 8 ആയിരിക്കും. ഇതാണ് പറഞ്ഞത്. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, തുല്യമായിട്ട് വീതിക്കുന്നു. അതുപോലെ റോംബസിൻ്റെ പെരിമീറ്റർ മാറ്റമൊന്നുമില്ല, 4 ആഡ് ചെയ്യുക. ഓക്കെ, ഏരിയ കാണുന്നത് ശ്രദ്ധിക്കുക. റോംബസിൻ്റെ ഏരിയ ആണ് എളുപ്പമാണ്. 2 ഡയഗണൽസ് കണ്ടോ, ഏരിയ ഈക്വൽ ടു ½ ഇൻറ്റു D1 ഇൻറ്റു D2. ഡയഗണൽസിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ പകുതി, ½ ഇൻറ്റു D1 ഇൻറ്റു D2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. പിന്നെ സൈഡ് കാണാൻ ഓക്കെ, ½ ഇൻറ്റു ഇതും പഠിച്ചിരിക്കണം, നല്ലതാണ്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം, നല്ലതാണ്. ½ ഇൻറ്റു √(D1² + D2²). അവിടെ അതേ പൈതഗോറസ് ലോ ആണ്. ഓക്കെ, ഇവിടെ കണ്ടോ,
ഇത് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഇവിടെ 90 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ D1 D2 പിന്നെ അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് അത് ഓർത്ത് വെച്ചാലും മതി. അല്ലാതെ ഈക്വേഷൻ ഓർത്ത് വെക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാം. സൈഡ് അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരില്ലേ. ഓക്കെ, D1ൻ്റെ പകുതി D2ൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് പൈതഗോറസ് ലോ വെച്ചിട്ട് നമുക്ക് സൈഡ് കണ്ടുപിടിക്കാം. പിന്നെ ട്രപ്പീസിയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പെരിമീറ്ററിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നമ്മുടെ എന്താ പറയുക ഏരിയ കാണാനുള്ള ഇക്വേഷനാണ്. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംബകം എന്ന് മലയാളത്തിൽ പറയും. അതായത് താഴെ ഒരു ലൈന്, അതിന് പാരലായിട്ടുള്ള മേലൊരു ലൈന്, പിന്നെ സൈഡിൽ 2 ചെരിഞ്ഞ വരകൾ. ഈ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെരിമീറ്റർ കാണാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ചുറ്റുള്ള 4 സൈഡ് ആഡ് ചെയ്യുക. ഏരിയ കാണാൻ ശ്രദ്ധിച്ചോ, ഹാഫ് ഇൻറ്റു, നിങ്ങൾ ഈ ഈക്വേഷൻ പഠിക്കുന്നതിൽ നല്ലതാണ് ഇങ്ങനെ പഠിക്കുന്നത്. ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. അതായത് നോക്കി നോക്കുക, ഹാഫ് ഇൻറ്റു A + B പറഞ്ഞു കഴിഞ്ഞാൽ A എന്താ മുകളിലത്തെ പാരലൽ സൈഡ്, B എന്താ താഴത്തെ പാരലൽ സൈഡ്. അപ്പോൾ പാരലൽ സൈഡിൻ്റെ സമ്മ് ഒന്ന് ചെയ്ത് വയ്ക്കുക, ഇൻറ്റു H ഹൈറ്റ്. ഓക്കെ, ഇൻറ്റു ഈ ഹൈറ്റ്. അപ്പോൾ ഈ സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 1/2 അല്ലെങ്കിൽ അതിൻ്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടും. ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഇക്വേഷനൊക്കെ എന്താ പറയുക ലാഗ് അടിക്കുന്നവരുണ്ടാവാം, എന്നാലും പഠിക്കണം. പിന്നെ അതിൽ എല്ലാ പോളിഗണിൻ്റെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. മെയിനായിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഈ ഹെക്സഗണിൻ്റെ ഒക്കെ കേട്ടോ, റെഗുലർ ഹെക്സഗൺ, അതായത് 6 സൈഡ്സുള്ള പോളിഗൺ. ഓക്കെ, അപ്പോൾ അത് 6a² × √3. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള നമ്മുടെ സ്ക്വയറൊക്കെ റെഗുലർ പോളിഗണാണ്. അതുപോലെ എന്താ പറയുക ഈക്വലാറ്ററൽ ട്രയാങ്കിളൊക്കെ, അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയ പോളിഗൺ. അപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഹെക്സഗൺ, അതായത് 6 സൈഡ്സ് ഉള്ള പോളിഗൺ. അപ്പോൾ അതിൻ്റെ സൈഡ് A ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × A² × √3/4. ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം, നല്ലതാണ്. പിന്നെ ഒരു പോളിഗൺ n സൈഡ്സുള്ള ഒരു പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ, പുറത്തുള്ള ആംഗിൾ ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു പെൻറ്റഗൺ ആണ്, റെഗുലർ പെൻറ്റഗൺ ആണെന്ന് കരുതുക. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ഇതാണ്, എക്സ്റ്റീരിയർ ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാണെന്ന് പറയുന്നത്, പെൻറ്റഗൺ ആണെന്നുണ്ടെങ്കിൽ എത്ര സൈഡ്സ്, നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്, 5 ആണ്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ 360/5 ചെയ്താൽ മതി. എത്ര സൈഡ്സ് ഉണ്ടോ അതുകൊണ്ട് 360നെ ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് കിട്ടും എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആംഗിൾ കാണാനുള്ള ഏറ്റവും എളുപ്പവഴി 180 മൈനസ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ കാണാൻ പണിയില്ലല്ലോ, ജസ്റ്റ് 360 നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 180 അത് കുറച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ആംഗിളും കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, ഇത് 72 ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു ലൈൻ അല്ലേ, അപ്പോൾ 108 ആണ് ഇൻറ്റീരിയർ ആംഗിൾ വരിക. വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം കാണാനുള്ള ഇക്വേഷനൊക്കെ ഉണ്ട്. n × n-2 അല്ല സോറി n-2 × 180, ഒരു n-2 × 180 ആണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കാണാൻ. ഓക്കെ, അപ്പം അത് ഞാൻ വഴിയെ പറയാം. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വയ്ക്കായിരിക്കും. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു n-2 × 180 ആയിരിക്കും. ഇൻറ്റീരിയർ ആംഗിൾസിന് എല്ലാം കൂടെ സമ്മായി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഇൻറ്റീരിയർ ആംഗിൾ കാണുക, എന്നിട്ട് അതിനെ എന്നോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഒരു ഇൻറ്റീരിയർ ആംഗിൾ കാണാനുള്ള വഴി നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ്റ്റീരിയർ ആംഗിൾ കാണുക, ജസ്റ്റ് 360/n 180 കുറയ്ക്കുക, അപ്പോൾ ഒരു ഇൻറ്റീരിയർ ആംഗിൾ കിട്ടും. അപ്പോൾ ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 108, ഇത് 108, അപ്പോൾ ടോട്ടൽ ഇൻറ്റു 5 ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് n-2 × 180 ചെയ്താൽ മതി. അപ്പോൾ n- ഇവിടെ n 5 ആയതുകൊണ്ട് n-2 3 × 180 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, ഇതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്പർ ഓഫ് ഡയഗണൽസ് ഇത് പഠിച്ചു വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോളിഗണിന് എത്ര ഡയഗണൽ ഉണ്ടായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഞാൻ പലപ്പോഴും എന്താ പറയുക PSCക്കൊക്കെ കണ്ടിട്ടുണ്ട്, n × n-1/2 - n. ഓക്കെ, ഇപ്പോൾ ഇതിന് തന്നെ എത്ര ഡയഗണൽസ് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊന്ന് വരയ്ക്കാം, ഇങ്ങനെയൊന്ന് വരയ്ക്കാം. നമ്മൾ വരച്ചു നോക്കി കണ്ടുപിടിക്കൽ ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഇതിലൊക്കെ നടക്കും. മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡയഗണൽസും വരച്ചു. ഇതിലിപ്പോൾ 5 എണ്ണം വരയ്ക്കാം ടോട്ടൽ. പക്ഷേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ n എത്രയാണ്, 5 ആണ്. അപ്പോൾ n × n-1/2 പറഞ്ഞു കഴിഞ്ഞാൽ 5 × n-1 പറഞ്ഞു കഴിഞ്ഞാൽ 4/2 മൈനസ് n അല്ലേ. അപ്പോൾ 5 × 4 പറഞ്ഞു കഴിഞ്ഞാൽ 20/2 മൈനസ് n 5 ആണല്ലോ അല്ലേ. 20/2 - 5 ആണ് 10 - 5 = 5. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് ഇതിപ്പോൾ 5-ന് പകരം പെൻറ്റഗണിന് പകരം വലിയൊരു 100 സൈഡ്സ് ഉള്ളതൊക്കെയാണ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിളിൻ്റെ ഈ ഫോർമുലകൾ നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു. പെരിമീറ്റർ പറഞ്ഞാൽ 2πr, അതായത് ചുറ്റളവ്. ഏരിയ പറഞ്ഞാൽ πr². പിന്നെ ഈ ലെങ്ത് ഓഫ് ആർക്ക്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ലെങ്ത് ഓഫ് ആർക്ക് ലെങ്ത് കാണാൻ, ആർക്ക് ലെങ്ത് ഈ വളഞ്ഞ കഷ്ണത്തിൻ്റെ വലിപ്പം
പൈ ആർ തീറ്റ ബൈ 180 പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ അവിടെ ഇതുണ്ടോ സെൻട്രൽ ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഈ എ ഇതാണ് കാണേണ്ടതെന്ന് എഴുതാം. ഇതാണ് ആർക്ക് ലെങ്ത് എൽ എന്ന് എഴുതാം. പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈക്ക് 2 വാല്യൂ യൂസ് ചെയ്യാം കേട്ടോ. 3.14 യൂസ് ചെയ്യാം, 22/7 യൂസ് ചെയ്യാം. ഞാൻ അത് യൂസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ലെങ്ത് കാണുന്നുണ്ടെങ്കിൽ ഈ പൈയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 6 പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 6 പറഞ്ഞാൽ റേഡിയസ് ആയിരിക്കും. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിൾ ആയിരിക്കും. സെൻട്രൽ ആംഗിൾ നമ്മുടെ ഇപ്പോൾ 30 ഡിഗ്രിയോ 40 ഡിഗ്രിയോ 50 ഡിഗ്രിയോ എത്ര ഡിഗ്രിയിലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് തരിക. പിന്നെ ഏരിയ ഓഫ് സെക്ടർ, അതായത് സെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഷ്ണം, ഇതിൻ്റെ മൊത്തം ഏരിയ, ഈ ഒരു കഷ്ണത്തിൻ്റെ ഏരിയ ഇപ്പോൾ കാണാണ്ടല്ലോ. മൊത്തം ഏരിയ ആണ് നമുക്കറിയാം പൈ ആർ സ്ക്വയർ. ഈ ഒരു ചെറിയ കഷ്ണത്തിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇക്വേഷനാണ് പൈ ആർ സ്ക്വയർ തീറ്റ ബൈ 360. ഓക്കെ, ഈ 2 ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇനി 3D ഒബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രിസം അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ക്യൂബ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് മെയിനായിട്ട് ഉള്ള ഇത് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ക്യൂബിൻ്റെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ, അതായത് ഇപ്പോൾ ഒരു ക്യൂബാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫേസുകൾ എത്ര 6 ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സൈഡ് ക്യൂബ് പറഞ്ഞാൽ എന്താ അറിയാലോ, ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും സെയിം ആയി കഴിഞ്ഞിട്ടുള്ള നമ്മൾ റൂബിക്സ് ക്യൂബൊക്കെ ആലോചിച്ചാൽ മതി, എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള 3D ഷേപ്പ്. ഓക്കെ, അപ്പോൾ ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ 6a² വരിക. അതായത് 6 ഫേസ് ഉണ്ട്, ഓരോ ഫേസും a² വീതമായിരിക്കും. അപ്പോൾ 6a² വരിക. പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ 4 വാൾസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഊഹിച്ചറിയാവുന്നേ ഉള്ളൂ. സൈഡിൽ കൂടെ ഉള്ള ഏരിയയാണ് ലാറ്ററൽ സർഫസ് ഏരിയ നമ്മളെപ്പോഴും പറയുക. ഓക്കെ, 4a², 4 എണ്ണമല്ലേ സൈഡിൽ കൂടെ ഉണ്ടാവുള്ളൂ, ഒന്ന് മേലെ ഒന്ന് താഴെയാവില്ലേ. അപ്പോൾ 6 രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ 4a². പിന്നെ വോളിയം കാണാനുള്ളത് a³ സൈഡിൻ്റെ സൈഡ്. അപ്പോൾ a ക്യൂബ് വരിക. ഡയഗണലിനുള്ള ഇക്വേഷൻ നമ്മൾ അധികം പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അത് പഠിച്ചോളൂ. ഡയഗണൽ a√3 ആയിരിക്കും. ഇപ്പോൾ 10 യൂണിറ്റ് ലെങ്ത്ത് ഉള്ള അല്ലെങ്കിൽ സൈഡുള്ള ഒരു ക്യൂബാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽ 10√3 ആയിരിക്കും, ആ രീതിയിൽ. ഇനി ക്യൂബോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ. ഇത് ക്യൂബോയിഡിൻ്റെ ചിത്രം കണ്ടാൽ മനസ്സിലാവും, എല്ലാ സൈഡ്സും ഈക്വൽ അല്ല. ലെങ്ത്ത് ഒന്ന്, ബ്രെഡ്ത്ത് വേറൊന്ന്, ഹൈറ്റ് വേറൊന്ന്, അതായത് എല്ലുണ്ടാവും, ബി ഉണ്ടാവും, എച്ച് ഉണ്ടാവും, വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം കാണാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ, ബ്രെഡ്ത്തിൻ്റെ, ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാണ്ടാവും. പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ലാറ്ററൽ സർഫസ് ഏരിയ ഞാൻ പറഞ്ഞല്ലോ, സൈഡിൽ കൂടെ ഉള്ള ഏരിയ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സൈഡിൽ കൂടെ എത്ര ഫേസുകളുണ്ടാവും? മുന്നിലൊരു ഫേസ്, ബാക്കിലൊരു ഫേസ്, സൈഡിലൊരു ഫേസ്, ഇവിടെ ഒരു ഫേസ് അല്ലേ. അപ്പോൾ ഈ ഫേസിൻ്റെ ഏരിയ L/H, ബാക്കത്തതും അതേ L/H. ഓക്കെ, ഇനി സൈഡത്തത് ഇവിടെ B, ഇവിടെ H, അപ്പോൾ B/H, ഇവിടെ അതേ B/H, അതായത് 2 BHും 2 LH. അതാണ് ഇത് വരിക. നിങ്ങൾ ബ്രാക്കറ്റ് പൊളിച്ചാൽ അങ്ങനെ തന്നെ വരിക, അല്ലെങ്കിൽ 2 × L+BH എന്നൊക്കെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 2 × LH + 2 × BH അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സൈഡിൽ കൂടെ നമ്മൾ കണ്ടു, ഇനി മുകളിലുള്ള കൂടെ ചെയ്താൽ മതി. 2 LHും 2 BHും നമ്മൾ പറഞ്ഞു, അതിൻ്റെ കൂടെ 2 LBയും കൂടെ മേലത്തും താഴെ കൂടെ. അതുപോലെ ഡയഗണലിൽ കാണാനുള്ള ഇക്വേഷൻ, ഇത് നല്ല ഇക്വേഷൻ കേട്ടോ. ക്യൂബോയിഡിൻ്റെ ഡയഗണലിൽ കാണാനുള്ളത് ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. √L² + B² + H². അതായത് നമ്മൾ പൈതഗോറസ് ലോൻ്റെ ഒരു സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്യും, പക്ഷേ അതല്ല. ഓക്കെ, ഇനി സോളിഡ് സിലിണ്ടർ നമുക്കറിയാമല്ലോ, PVC പൈപ്പിൻ്റെ ഒക്കെ ഫോമാറ്റിലുള്ളത്. അത് സോളിഡ് സിലിണ്ടർ അല്ല, ഹോളോ സിലിണ്ടറാണ് PVC പൈപ്പ്. സോളിഡ് സിലിണ്ടർ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സോളിഡ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് വളഞ്ഞൊരു ഏരിയ സർഫസ് ഉണ്ടായിരിക്കും സൈഡിൽ കൂടെ, മേലും താഴെയും ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയേൻ്റെ ഇക്വേഷനാണ് 2πRH. സോളിഡ് സിലിണ്ടറിനുള്ള മെഷർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയസ് ഉണ്ടായിരിക്കും, താഴെ സർക്കിളല്ലേ ഉണ്ടാവുക, അപ്പോൾ അതിൻ്റെ റേഡിയസ് ഉണ്ടാവും, പിന്നെ ഹൈറ്റ് H ഉണ്ടായിരിക്കും. കർവ്ഡ് സർഫസ് ഏരിയ 2πRH അതാണ് വരിക. 2 × π × r × h. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയേൻ്റെ കൂടെ മേലത്തെയും താഴത്തെയും ഏരിയയും കൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ 2πRHൻ്റെ കൂടെ മേലെ ഒരു πr² സർഫസ് സർക്കിളിൻ്റെ ഏരിയ, താഴെയും πr², അപ്പോൾ 2πr². അപ്പോൾ 2πRH + 2πr². ഓക്കെ, പിന്നെ വോളിയം കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ πr²H. എപ്പോഴും വോളിയം വരിക ബേസ് ഏരിയ × ഹൈറ്റാണ് വരിക കേട്ടോ. ബേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr², ഹൈറ്റ് H, അതാണ് πr²H എന്ന് പറഞ്ഞത്. പിന്നെ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോ സിലിണ്ടർ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും പഠിച്ചിരിക്കണം നല്ലതാണ്. അപ്പോൾ ഹോളോ സിലിണ്ടറും സാധാ ഒരു എന്താ പറയുക, സോളിഡ് സിലിണ്ടറും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോ സിലിണ്ടർ ഉള്ളിൽ പൊള്ളയായിരിക്കും, മറ്റേതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വ്യത്യാസം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വേണ്ടവർക്ക് ഒന്ന് പഠിക്കാം. കർവ്ഡ് സർഫസ് ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം ഒരു ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഒരു
റേഡിയസ് ഉണ്ടാവും. അതായത് ആ ഒരു തിക്നെസ് വരുന്നുണ്ട്. എന്താ പറയുക, 2 സിലിണ്ടറുകളുടെ എങ്ങനെ പറയുക, പുറത്തൊരു സിലിണ്ടർ, അതായത് ഔട്ടർ ലെയറിലുള്ളൊരു സിലിണ്ടറും ഇന്നർ ലെയറിലുള്ള സിലിണ്ടറും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടൊക്കെയാണ് ഇത് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഹോളോ സിലിണ്ടർ. വേണ്ടവർക്ക് ഒന്ന് പഠിച്ചു വയ്ക്കാം. പിന്നെ റൈറ്റ് സർക്കുലർ കോൺ പറഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം കോൺ ആലോചിച്ചാൽ മതി, ആ ഷേപ്പ്. അപ്പോൾ അതിന് ഇത് നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്നതാണ്. സ്ലാൻഡ് ഹൈറ്റ് പറഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ടാവും. പിന്നെ ഒരു ഹൈറ്റ് പറഞ്ഞിട്ടുള്ള കുത്തനെ ഉള്ളിൽ കൂടെ ഉള്ളൊരു ഹൈറ്റും കൂടെ ഉണ്ടായിരിക്കും. ചെരിഞ്ഞൊരു ഹൈറ്റും ഉണ്ടാവും, കുത്തനുള്ളൊരു ഹൈറ്റും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വോളിയം കാണാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബേസ് ഏരിയൻ്റെ ഹൈറ്റാണ് എപ്പോഴും വോളിയം വരിക എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ കോൺ ഷേപ്പിൽ, അതായത് കൂർത്ത് വരുന്ന അങ്ങനത്തെ എന്നുണ്ടെങ്കിൽ ഒരു 1/3 കൂടെ എക്സ്ട്രാ കൊടുക്കണം. നേരത്തെ നമ്മുടെ സിലിണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ πr² ആയിരുന്നു, πr² ആയിരുന്നു എന്നുണ്ടെങ്കിൽ കോണിൻ്റെ ആകുമ്പോൾ ഒരു 1/3 πr² ആവുമെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ സ്ലാൻഡ് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ, അതായത് ചെരിഞ്ഞ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ √L² √r² + h². r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലത്തെ സർക്കിളാവും. അപ്പോൾ അതിൻ്റെ റേഡിയസ് പ്ലസ് അത് റേഡിയസാണ് r, h പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനുള്ള ഹൈറ്റ്. ചെരിഞ്ഞുള്ള ഹൈറ്റ് കാണാനാണ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. കർവ്ഡ് സർഫസ് ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡത്തെ കർവായിട്ടുള്ള സർഫസ് ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ πrl. ഓക്കെ, അതായത് π × r പറഞ്ഞ റേഡിയസ്, L പറഞ്ഞ സ്ലാൻഡ് ഹൈറ്റ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക തന്നെ വേണം. ഓക്കെ, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ πrl എന്ന് പറഞ്ഞല്ലോ. പിന്നെ താഴത്തെ സർഫസ് ഏരിയ, താഴത്തെ സർഫസ് എന്താ, സർക്കിളാണ്. അപ്പോൾ πr². അപ്പോൾ πrl + πr² ആണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻസ് ഓൾമോസ്റ്റ് കഴിയാനായി. പിന്നെ ഫ്രസ്റ്റം ഓഫ് എ കോൺ പറഞ്ഞു കഴിഞ്ഞാൽ കോണിൻ്റെ മുകളിലൊരു കഷ്ണം ചെത്തിക്കളഞ്ഞത് കണ്ടോ, നമ്മുടെ മരത്തടീൻ്റെയൊക്കെ വരാറുണ്ട്. അപ്പോൾ മുകളിലത്തെ ഒരു കോൺ മുറിച്ച് കളഞ്ഞതായതുകൊണ്ട് അതിൻ്റെ ഇക്വേഷനിൽ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് നിങ്ങൾ അധികം മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, റൈറ്റ് പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറലായിട്ടുള്ള പ്രിസങ്ങൾ തന്നെ ആലോചിച്ചാൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, താഴെ ഒരു സ്ക്വയർ, ഇപ്പം ഈ ഒരു സിലിണ്ടർ കണ്ടല്ലേടാ, ഇതിൻ്റെ താഴെ സർക്കിൾ, പിന്നെ മേലേക്ക് അങ്ങനെ ഉയർന്നു പോകുന്നു ഒരേപോലെ, ഒരു കോണായിട്ട് വരുന്നതല്ല. അതുപോലെ താഴെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രിസാണത്. അതേപോലെ താഴെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് വേറൊരു പ്രിസാണ്. സൈഡിലൊക്കെ എന്തായിരിക്കും, റെക്റ്റാങ്കിൾ ആയിരിക്കും. താഴെ പെൻറ്റഗണാണ്, സൈഡിലൊക്കെ മേലെയും പെൻറ്റഗൺ, താഴെയും പെൻറ്റഗൺ, സൈഡിലൊക്കെ റെക്റ്റാങ്കിൾ. അങ്ങനെ വരുന്ന പ്രിസങ്ങളാണ് റൈറ്റ് പ്രിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈറ്റ് പ്രിസ് ആണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഫോർമുല പഠിച്ച് വെച്ചാൽ മതി. റൈറ്റ് പ്രിസ് ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ ഓഫ് ബേസ്, താഴത്തെ ബേസിൻ്റെ ഉണ്ടാവുമല്ലോ, അപ്പോൾ താഴെ സ്ക്വയർ ആണെന്ന് കരുതുക, അതിൻ്റെ പെരിമീറ്റർ വേണം ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. ടോട്ടൽ സർഫസ് ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ചറിയാം, ലാറ്ററലുള്ള ഏരിയ പ്ലസ് മേലെയും താഴെയുള്ള ഏരിയ. ഓക്കെ, പിന്നെ വോളിയം കാണാനും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിൻ്റെ ഏരിയ കാണുക, എന്നിട്ട് ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കാൻ നല്ലതാണ്. സ്ഫിയറും ഹെമിസ്ഫിയറാണ് ഇമ്പോർട്ടൻറ്റ്. സ്ഫിയർ ഹെമിസ്ഫിയർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടല്ല. സ്ഫിയറിൻ്റെ ഇക്വേഷൻ ഒറ്റ മെഷർമെൻറ്റേ ഉള്ളൂ, റേഡിയസ് മാത്രം. പിന്നെ ഹൈറ്റ് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഹൈറ്റ് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും. റേഡിയസ് പറഞ്ഞാൽ അറിയാം, സെൻറ്റർ എന്ന്, ഉള്ളിലത്തെ സെൻറ്ററിൽ നിന്ന് മേലേക്കുള്ള ലെങ്ത്താണ് റേഡിയസ് അല്ലേ. അപ്പോൾ ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേലേക്കും ഉണ്ടാവും, താഴത്തേക്കും ഉണ്ടാവും. അപ്പോൾ 2r വേണമെങ്കിൽ പറയാം ഹൈറ്റായിട്ട്, നിർബന്ധമില്ല. ഇപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πr² ആണ്. അതേപോലെ തന്നെ ഞാൻ ഹെമിസ്ഫിയറിനെയും പറയാം. നമ്മൾ കരുതുക സ്ഫിയറിൻ്റെ പകുതിയാണ് ഹെമിസ്ഫിയർ, അപ്പോൾ സ്ഫിയറിൻ്റെ പകുതി സർഫസ് ഏരിയയിൽ ഉണ്ടാവുക, തെറ്റാണ്. കാരണം ടോട്ടൽ സർഫസ് ഏരിയ സ്ഫിയറിൻ്റെത് 4πr², ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിൻ്റെത് 3πr², 3πr², മറ്റേ 4πr², അല്ലാതെ പകുതിയല്ല. ഓക്കെ, കാരണം ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സ്ഫിയറിനെ ഹെമിസ്ഫിയർ ആക്കുമ്പോൾ മുകളിലൊരു ഭാഗം തുറന്നിരിക്കുന്നില്ലേ, അതിൻ്റെ കൂടെ ഏരിയ കൂട്ടണ്ടേ. ഓക്കെ, അതുകൊണ്ട് അത് നോക്കിക്കൊള്ളുകൊണ്ട്. പിന്നെ വോളിയം കാണാനുള്ള ഇക്വേഷൻ, സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണ്. ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള കറക്റ്റ് പകുതിയാണ്. കട്ട് ചെയ്യുമ്പോൾ വോളിയം പകുതിയാവും, പക്ഷേ സർഫസ് ഏരിയ പകുതിയാവുന്നില്ല എന്ന് ഓർത്താൽ മതി. വോളിയത്തിൻ്റെ ഇക്വേഷൻ 4/3 πr³ ആണ്, ഹെമിസ്ഫിയറിൻ്റെ 2/3 πr³ ആണ്. ആ 2 ഇക്വേഷനെ അറിയേണ്ടുള്ളൂ. പിന്നെ സ്ഫെറിക്കൽ ഷെല്ല് അതൊന്നും നോക്കണ്ട. സ്ഫെറിക്കൽ ഷെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോളോ സ്ഫിയർ പോലെ തന്നെ. പിന്നെ ജോമെട്രി പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, അതിൽ കുറച്ച് ആംഗിൾസിൻ്റെ കാര്യങ്ങൾ അറിയാണ്ട്. ഓക്കെ, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇക്വേഷൻസ്
എല്ലാവർക്കും കാണാൻ നിർബന്ധമില്ല. ജോമെട്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താണ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ആണ് ഒന്നുമില്ല. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. അതിന് ഡയമെൻഷൻ ഒന്നുമില്ല, ലെങ്ത് ഇല്ല, ഹൈറ്റ് ഇല്ല, എന്താ പറയുക, ഏരിയ ഇല്ല, ഓക്കെ, വോളിയം ഇല്ല. പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഒന്നുമില്ല. വേണമെങ്കിൽ ഡയമെൻഷൻ ഇല്ലാത്ത ജോമെട്രിക്കൽ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് നമുക്ക് പറയാം. ലൈനൊന്നും നോക്കണ്ട, ഒരൊറ്റ ഡയമെൻഷനേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 90 ഡിഗ്രി വരുന്ന പാരലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു സിമ്പിൾ അറിഞ്ഞു വെച്ചോളുണ്ട്. 2 ലൈൻസ് നമ്മൾ പാരലായിട്ട് ഇങ്ങനെ ഇടാറില്ലേ, അത് ട്രാൻസ്വേഴ്സൽ ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 2 പാരലൈൻസിൻ്റെ ഇടയിൽ നമ്മളൊരു ചെരിഞ്ഞൊരു വര വയ്ക്കുന്നു. അതായത് പീസ് കണ്ടോ, പി എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്, ട്രാൻസ്വേഴ്സൽ ലൈനാണ്. 2 വരകൾക്കിടയിൽ നിന്നാണ് പാരലൽ അല്ലാത്ത ലൈനാണ് ട്രാൻസ്വേഴ്സൽ ലൈൻ, അങ്ങനെ പഠിച്ചാൽ മതി. അത്ര മതി. ആംഗിൾ പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് അറിയാം, ആംഗിൾ 2 ലൈൻസിൻ്റെ ഇടയിൽ ഒരു കോമൺ പോയിന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആംഗിൾ ഫോം ചെയ്യും. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു. ഇനി എന്താ കഴിയുന്നില്ലല്ലോ എന്ന് കരുതണ്ട. ടൈപ്സ് ഓഫ് ആംഗിൾസ് അതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കണം. അതൊക്കെ ആക്യൂട്ട് ആംഗിൾ എന്താണ്, റൈറ്റ് ആംഗിൾ എന്താണ്. ആക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90-നേക്കാൾ കുറവ്, റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-നേക്കാൾ എക്സാക്ട്ലി 90, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-നേക്കാൾ കൂടുതൽ, ഓക്കെ. സ്ട്രൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 180 ഡിഗ്രി. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 180-നേക്കാളും കൂടുതലും 360-നേക്കാൾ കുറവും. ഇത് വേണമെങ്കിൽ 270 എക്സാമ്പിളായിട്ട് പറയാം. കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സമ്മ് 90 ഡിഗ്രി വരുന്നത്, ഇപ്പോൾ 45 എടുത്തു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആംഗിളാണ്, 16-30 എടുത്തു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആംഗിളാണ്. അപ്പോൾ സമ്മ് 90 വരികയാണെങ്കിൽ കോംപ്ലിമെൻ്ററി ആംഗിളും, സമ്മ് 180 വരികയാണെങ്കിൽ സപ്ലിമെൻ്ററി ആംഗിളും, 120-60 എടുത്തു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ആംഗിളാണ്. അപ്പോൾ ചോദ്യം അങ്ങനെ 150-ൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ആണ്, കാരണം ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം, ഓക്കെ. പിന്നെ ആംഗിൾ ബൈസെക്ടർ, ഇൻറ്റേർണൽ ആംഗിൾ ബൈസെക്ടർ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ആംഗിൾ ബൈസെക്ടർ എന്ന് കഴിഞ്ഞാൽ ആംഗിളിനെ കറക്റ്റ് പകുതിയാക്കുന്നത്, ഓക്കെ. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്നും അറിഞ്ഞിരിക്കുക തന്നെ വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ ഓക്കെ, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ 2 പാരലൈൻസ്, ഇവിടെ ഒരു പാരലൈൻ, ഇത് രണ്ടും പാരലൈൻസ് ആണ്, ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ഉണ്ടെന്ന് കരുതാം, ഓക്കെ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 2 പാരലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 8 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ. 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞാൽ 8 ആംഗിൾസ്. ഈ ആംഗിൾസിൽ കുറേ എണ്ണം ഈക്വൽ ആണ്, കുറേ എണ്ണം സപ്ലിമെൻ്ററി, ആഡ് ചെയ്താൽ 180 കിട്ടും. അത് ഏതൊക്കെയാണെന്ന് അറിയേണ്ടത്, ഓക്കെ. ആദ്യം ഈക്വൽ ആവണമെന്ന് പറയാം. ഈക്വൽ ആകേണ്ടതാണ് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ്, ആൾട്ടർനേറ്റ് ആംഗിൾസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് അവർ നമ്പർ ഇട്ടതിനെ കാണിച്ചു തന്നിട്ടുണ്ട്. 1 5 4 8 2 6 3 7 ഒക്കെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അതായത് പൊസിഷൻ നോക്കിയാൽ മതി, ഓക്കെ. 1 5 കണ്ടോ, 1ൻ്റെ അതേ പൊസിഷനിലാണ് 5, 1 5 ഈക്വൽ ആയിരിക്കും, ഓക്കെ. അതേപോലെ 2 6, 2 = 6 ആംഗിൾ ഉണ്ട്, ആംഗിളിൻ്റെ സിമ്പിൾ വേണ്ട ശരിക്കും പറഞ്ഞാൽ. അതുപോലെ 4-നോട് കറക്റ്റ് പൊസിഷനിലുള്ളതാണ് 8, 4ൻ്റെ അതേപോലെ 3-നോട് ഈക്വൽ ആയിട്ടുള്ളത് 7. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ വേറൊന്ന് ഈക്വൽ ആവുന്ന കുറച്ച് പെയേഴ്സാണ് പറയാനുള്ളത്, ആൾട്ടർനേറ്റ് ആംഗിൾസ്. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ 3ഉം 5ഉം ഈക്വൽ ആയിരിക്കും, ഇവിടുത്തെ 3ഉം 5ഉം. അതുപോലെ 4ഉം 6ഉം ഈക്വൽ ആയിരിക്കും. അതാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ്, ഈക്വൽ ആവുന്നത്, ഓക്കെ. പിന്നെ ഒന്ന് പറയാനുള്ളത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അത് നമുക്ക് നോർമലി അറിയാവുന്നതാണ്, ഓപ്പോസിറ്റ് മറുകോണുകൾ എന്നൊക്കെ പറയും. 1 3, ഓക്കെ. അതായത് 1ഉം 3ഉം ഈക്വൽ ആയിരിക്കും. അതേപോലെ 4ഉം 2ഉം ഈക്വൽ ആയിരിക്കും, ആവില്ലേ, കണ്ടാൽ തന്നെ അറിയാം, നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോണുകളാണ്. അതേപോലെ 5ഉം 7ഉം ഈക്വൽ ആയിരിക്കും. അതുപോലെ 6ഉം 8ഉം ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ ഈക്വൽ ആവുന്ന കേസുകളാണ്. ചുരുക്കി പറഞ്ഞെങ്കിൽ ഇതൊക്കെ ഒറ്റ ആംഗിളായിരിക്കും. ഈ പറയുന്ന എല്ലാം ഒരേ ആംഗിളുകളായിരിക്കും, ശരി. പിന്നെ വേറെ പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ 180 വരെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാം. ഈ 1ഉം 2ഉം ആഡ് ചെയ്താൽ 180 ആവുന്നുള്ളത് നമുക്ക് നോർമലി അറിയാവുന്ന കേസാണ്. വേറൊന്നാന്നുള്ളത് ഈ 1ഉം 6ഉം, ഓക്കെ. ഇൻറ്റീരിയർ ആംഗിൾസ് ഇതിലേക്ക് പോകാം, ഓക്കെ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ഒക്കെ പറഞ്ഞു. ഇൻറ്റീരിയർ ആംഗിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 6ഉം 180 ഡിഗ്രി ആയിരിക്കും ആഡ് ചെയ്താൽ. ഇത് കണ്ടോ, കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നില്ല, പക്ഷേ ഈ 3ഉം ഈ 6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 + 6 = 180, ഓക്കെ. 3 എന്ന ആംഗിളും 6 എന്ന ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും. അതുപോലെ 4ഉം 5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും. 4 + 5ഉം 180 ആയിരിക്കും. അങ്ങനത്തെ ആംഗിളാണ് ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് ഉള്ളിലുള്ള ആംഗിൾസും, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ 2 + ആംഗിൾ 7. അതേപോലെ പുറത്തുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ഉം ഈ 7ഉം, ഓക്കെ. 2 + 7 എന്തായിരിക്കും, 180 ആയിരിക്കും. അതുപോലെ 1 + 8ഉം 180 ആയിരിക്കും, ഓക്കെ.
അതായത് ഈ പൊസിഷൻ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ശ്രദ്ധിക്കുക, പാരലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവും. ശരി, ഇനി ട്രയാങ്കിൾസിൻ്റെ കോൺഫിഡൻസും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ട്രയാങ്കിൾസിൻ്റെ കോൺഫിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ട്രയാങ്കിൾസ് സദൃശ ത്രികോണങ്ങളെന്ന് മലയാളത്തിൽ പറയും. എപ്പോഴൊക്കെയാണ് രണ്ട് ട്രയാങ്കിൾസിന് ഒരേ ഷേപ്പ്, വലിപ്പം കറക്റ്റാണെന്നല്ല, നമ്മൾ സൂം ഇൻ സൂം ഔട്ട് ചെയ്യില്ലേ, അതുപോലെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും, പക്ഷേ കറക്റ്റ് ഇതിനെ സൂം ഔട്ട് ചെയ്തായിരിക്കും മറ്റേത്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആണ്. SSS ഇത് ഈ ഒരു കോഡ് പഠിച്ചത് SSSഉം SASഉം ഐ തിങ്ക് ASAയും, അതായത് 3 സൈഡ്സും ഈക്വലാണ്. ഇതിൻ്റെ 3 സൈഡ്സും ഇതിൻ്റെ 3 സൈഡ്സിനോടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കോൺഗ്രുവൻസിയാണ്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ അല്ലേ. ഓക്കെ, കോൺഗ്രുവൻസി മാത്രമല്ല, എടാ കോൺഗ്രുവൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മാറിപ്പോയി കേട്ടോ. കോൺഗ്രുവൻസി പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സെയിം സൈസ് സെയിം ഷേപ്പ്. മറ്റേത് സിമിലർ ട്രയാങ്കിൾസ് ആണ്. സോറി, പറഞ്ഞ മാറിപ്പോയി. പക്ക ഒരേപോലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ 3 സൈഡ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ആണ്. ഓക്കെ, 3 സൈഡ്സും മറ്റ് ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, പക്ക കോപ്പിയാണ്, നമ്മൾ ഫോട്ടോസൈഡ് എടുക്കണ പോലെ ആലോചിച്ചാൽ മതി. പിന്നെ വേറൊന്നാണ് 3 സൈഡ്സിനെ പറ്റി ധാരണയല്ല, പക്ഷേ SAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S ഫോർ സൈഡ്, A ആംഗിൾ, S ഫോർ സൈഡ്, അതായത് ഈ സൈഡും ഓക്കെ, അതേപോലെ ഈ സൈഡിനും ഈക്വലാണ്. അത് AB-യും PQ ഈക്വലാണ്, BC-യും QR-ഉം ഈക്വലാണ്. പക്ഷേ AC-യും PR-ഉം ഈക്വലാണോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷേ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ സെയിം ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് ഈ രണ്ട് സൈഡ്സിനോട് ഈക്വലാണ്, അവയ്ക്കിടയിലുള്ള ആംഗിളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഉറപ്പായിട്ടും അത് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. മൂന്നാമത്തെ സൈഡ്സ് ഷുവറായിട്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് SAS കോൺഗ്രുവൻസി അറിയണത്. ഓക്കെ, അതുപോലെ ഒന്നും കൂടെ ഉള്ളതാണ് ASA കോൺഗ്രുവൻസി. ASA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ആംഗിൾ, സൈഡ്, ആംഗിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സൈഡ്സിനെ പറ്റി ധാരണയില്ല. 3 സൈഡ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ പറയായിരുന്നു, പക്ഷേ 3 സൈഡ്സിനെ പറ്റി ധാരണയില്ല. ഈ രണ്ട് ആംഗിളും അവയ്ക്കിടയിലുള്ള ലൈനും സൈഡും ഈക്വലാണ്. അതായത് B എന്ന ആംഗിൾ Q എന്ന ആംഗിളിനോട് ഈക്വലാണ്, C എന്ന ആംഗിൾ R എന്ന ആംഗിളിനോട് ഈക്വലാണ്. ഓക്കെ, അവയ്ക്കിടയിലുള്ള BC എന്ന ലൈന് QR എന്ന ലൈനിനോടും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം അതും കോൺഗ്രുവൻ്റ് ആവും എന്നുള്ളത്. പിന്നെ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചോദ്യം വരും, 3 സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 3 സൈഡ്സ് മറ്റവനോട് 3 സൈഡ്സിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കോൺഗ്രുവൻ്റ് ആവുമെന്ന് പറഞ്ഞു. സിമിലർ ട്രയാങ്കിൾസ് എന്താണെന്നുള്ള അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. സിമിലർ ട്രയാങ്കിൾസ് ആണ് സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്നത്. അതായത് 3 ഇപ്പോൾ ഇതിൻ്റെ ആംഗിൾസ് 30, 40, 70 ആയിട്ടുള്ളൂ. അത് 110 വരില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് വലുതാക്കി വരച്ചു. ഇതും 30, ഇത് 40, ഇത് 110 ആണെന്ന് കരുതാം. ഇത് സംഭവം ഇതിനെ കുറച്ച് പിടിച്ച് വലുതാക്കിയ പോലെ ആവില്ലേ. ഇതാണ് സിമിലർ, കാണുമ്പോൾ ഒരേപോലെയും തോന്നും. ഓക്കെ, അതായത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്നതാണ് സിമിലർ ട്രയാങ്കിൾസ് ആവാൻ എല്ലാ ആംഗിൾസും ഈക്വൽ ആവുക വേണ്ടത്. കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സിമിലർ ആയിരിക്കും. പക്ഷേ 3 ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് കോൺഗ്രുവൻ്റ് ആവണമെന്നില്ല കേട്ടോ. കണ്ടാൽ തന്നെ അറിയില്ല, ഇത് ഒരേ സൈഡ്സ് അല്ലല്ലോ, ഈ സൈഡും ഈക്വൽ ഒന്നും അല്ലല്ലോ. ഓക്കെ, അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഈ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ അറിയേണ്ടത്. സിമിലർ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ABCയും PQRും സിമിലർ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിം ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിക്കൊള്ളും. അതിലിപ്പോൾ Aയും Pയും ഈക്വലാണ്, Bയും Qയും ഈക്വലാണ്, Cയും Rഉം ഈക്വലാണെന്ന് കരുതാം. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് BC, Pൻ്റെ ഓപ്പോസിറ്റ് സൈഡ് QR. അപ്പോൾ BC/QR നമുക്കൊരു റേഷ്യോ ഉണ്ടാക്കാം. പലർക്കും ഓർമ്മ ഉണ്ടാവും, ഇത് പലരും മറന്നുപോയിട്ടുണ്ടാവും. ഇത് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ Bയും Qയും ഈക്വൽ ആംഗിൾസ് ആണെന്ന് കരുതാം. Bൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AC, Qൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? PR. അപ്പോൾ AC/PR അടുത്തൊരു റേഷ്യോ നമുക്ക് കിട്ടി. പിന്നെ Cയും Rഉം ഈക്വൽ ആണെന്ന് കരുതാം. Cൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AB, Rൻ്റെ ഓപ്പോസിറ്റ് സൈഡ് PQ. അപ്പോൾ AB/PQ. ആ 3 റേഷ്യോ പക്ക സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് വേണ്ടവർക്ക് ഒന്നും കൂടെ അത് കേൾക്കാം. അത് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. പിന്നെ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പാരലൈൻസ് കട്ട് ചെയ്യുമ്പോഴുള്ളതാണ്. പാരലൈൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതുപോലെ പാരലൈൻസ് കട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്, അതും കൂടെ പറയാം. അപ്പോൾ 3 പാരലൈൻസ് ഉണ്ട് തരും, അപ്പോഴിത് വർക്കാവുള്ളൂ.
അതിന് 2 ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കരുതാം. ഇവിടെ എന്താണോ റേഷ്യോ, ഇവിടെ ഇപ്പോൾ 3:2 കട്ട് ചെയ്ത് കരുതാം. ഇതും എന്താ പറയുക 3:2 ഓക്കെ. ഇതാണ് കൺസെപ്റ്റ്. AB/BC ഈക്വൽ ടു ഇവിടുത്തെ അതേ റേഷ്യോ തന്നെയായിരിക്കും ഇവിടെ കട്ട് ചെയ്ത റേഷ്യോ. കറക്റ്റ് ഒരേ ലെങ്ത് ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചെരിച്ചൊരു വര വരച്ച് നിർത്താം. അപ്പോഴും ഈ റേഷ്യോ 2:3 ആയിരിക്കും. ഞാൻ എത്ര ചെരിച്ച് വര വരച്ച് കഴിഞ്ഞാൽ ഈവൻ കുത്തനെ വരച്ചാൽ പോലും ആ 2:3 എന്നുള്ളത് കീപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കണം, നല്ലതാണ്. ചിലർക്കൊന്നും ദഹിക്കണമെന്നില്ല. ഇനി ഈ സർക്കിളിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ഒരു സർക്കിളിന് സെൻറ്റർ ഇതായിരിക്കും. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ എന്നുള്ള വരയാണ്. പിന്നെ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഷ്ണമാണ്. ഓക്കെ, നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കാറില്ലേ, അതിനാണ് ആ കേക്കിൻ്റെ കഷ്ണം ആലോചിച്ചാൽ മതി. സെക്ടർ എന്ന് പറയുന്നത്. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വരയാണ്. ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ വരയാണ്. ഓക്കെ, നേരത്തെ ആർക്ക് ലെങ്ത് ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ടേംസൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ കൺഫ്യൂഷൻ വരുന്നതാണ് സീക്കൻറ്റും ടാൻജൻറ്റും. സീക്കൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ വരയ്ക്കുന്നൊരു വരയാണ്. കാണുമ്പോഴേ അറിയുള്ളൂ. അത് ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് കാര്യമില്ല. സർക്കിളിനെ ക്രോസ് ചെയ്ത് പോകുന്നൊരു ലൈനാണ് സീക്കൻറ്റ്. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിനെ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ലൈനാണ് സീക്കൻറ്റ്. അത് എൻഡ്ലെസ് ആയി പോകുന്നതാണ് കേട്ടോ. ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോയിന്റിൽ, നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ഒറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ലൈനാണ് ടാൻജൻറ്റ്. അപ്പോൾ സീക്കൻറ്റും ടാൻജൻറ്റും. സീക്കൻറ്റ് 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ടാൻജൻറ്റ് എക്സാക്ട്ലി 1 പോയിന്റ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ, ടാൻജൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റുകൾ അറിയണം. എപ്പോഴും നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കാനൊക്കെ 10ാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ടാൻജൻറ്റ് എപ്പോഴും റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ റഫായിട്ട് വരയ്ക്കുന്നത് മനസ്സിലാവുമെന്നറിയില്ല. ഇപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുന്നതിനുള്ള, ഇപ്പോൾ ഈ പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കാനുള്ളൊരു വഴി പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് വരയ്ക്കുക, എന്നിട്ട് കറക്റ്റ് അതിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ചാൽ മതി. ഓക്കെ, റഫായിട്ട് വരയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുമല്ലോ. ടാൻജൻറ്റ് എപ്പോഴും റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ വരച്ച് പഠിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഇങ്ങനൊരു ടാൻജൻറ്റ് വരയ്ക്കാം, അതുപോലെ തന്നെ ഇങ്ങനൊരു ടാൻജൻറ്റ് വരയ്ക്കാം. ഈ 2 ടാൻജൻറ്റിന് സെയിം ലെങ്ത് ആയിരിക്കും. അതാണ് അടുത്തൊരു കൺസെപ്റ്റ്. അതൊക്കെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഠിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗറാണ്, പെട്ടെന്ന് കത്തിക്കൊള്ളണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കോഡ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ അത് അവിടേക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, ആ ആംഗിൾ ഈ കോഡ് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഇതൊക്കെ 10ാം ക്ലാസ്സിലെ കൺസെപ്റ്റാണ്, ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. ഓർമ്മയിൽ നിൽക്കുന്നവർക്ക് നല്ല കാര്യം. പിന്നെ വേറൊന്നായിരുന്നു ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇപ്പോൾ ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്, ഒരു സീക്കൻറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PA/PB ഈക്വൽ ടു PT² ആയിരിക്കും. ടാൻജൻ്റെ ലെങ്ത്താണ് PT. അപ്പോൾ PA/PB ഈക്വൽ ടു PT² ആയിരിക്കും എന്നുള്ള ആ ഇക്വേഷനൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കണം, നല്ലത്. ഇത്ര ഇക്വേഷൻസാണ് മെയിനായിട്ട് ഇപ്പോൾ ഈ നിങ്ങളുടെ സിലബസിലും കൂടെ അതിൽ എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UP ഹൈസ്കൂളിലുള്ള എല്ലാ ഇക്വേഷൻസും അറിയണം. ഈ ഇക്വേഷൻസ് എന്തായാലും ഒന്ന് പഠിച്ച് വെക്കാം. ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം.